നെയ്യിൽ വറുത്ത് കോരിയ ചിക്കൻ റോളാണ് നമ്മുടെ ഇഫ്താർ റെസിപ്പി. അപ്പോൾ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് GRBയുടെ പ്യൂർ ഗീ ആണ്. നല്ല മണമാണ് കേട്ടോ. നല്ല ഗോൾഡൻ കളറിൽ ഗ്രാനുലാർ ടെക്സ്ചറൊക്കെ ആയിട്ടാണ് ഈ ഒരു ഗീ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാം. കണ്ടോ ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ? കളർ കണ്ടോ? നല്ല മണവും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാൻ സവാളയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ സവാളയുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് പിച്ചി എടുത്തതാണ് കേട്ടോ. ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ മസാലപ്പൊടികളും ആവശ്യത്തിന് ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ലാസ്റ്റ് ഞാൻ മല്ലിയില ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫില്ലിങ് റെഡിയാണ്. ഇനി നമുക്ക് ചപ്പാത്തി അല്ലെങ്കിൽ ടോർട്ടില എടുക്കാം. ഇനി കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കുക. നമ്മുടെ ഫില്ലിങ് വെക്കുക. ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇളകി പോകാണ്ടിരിക്കാൻ നമുക്ക് മൈദ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ റോളും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് വറുത്ത് കോരണം. അപ്പോൾ അതിനായിട്ട് പാൻ വെച്ചിട്ട് നമ്മുടെ GRB ഗീ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും ടേസ്റ്റും മണവും എല്ലാം കൂടെ ആകുമ്പോൾ റെസിപ്പി അടിപൊളിയാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചൂടാകുമ്പോൾ തന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ പുറത്തേക്ക് ഒന്ന് നെയ്യ് തടവി കൊടുക്കുക. കൂടുതൽ നല്ല ടേസ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ചീസ് വെച്ച് കൊടുക്കുക. ഏത് ചീസ് ആയാലും മതി. മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ GRB ഗീ വെച്ചിട്ടുള്ള ഈ ഒരു ഇഫ്താർ റെസിപ്പി പൊളിയല്ലേ?